ഒന്ന്, അവന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട ആ നീയത്തിനനുസൃതമായിട്ടാണ്. പശ്ചാത്തപിക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നല്ല രീതിയിലാക്കി തീർക്കുന്നത് അവർ ആ തെറ്റിനി അത് ചെയ്യില്ല എന്നൊരു മനസ്സ്, അത് ആത്മാർത്ഥമായൊരു മനസ്സിൽ നിന്ന് വരുന്നതാണ്. മറ്റൊന്ന്, ചെയ്തു പോയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഖേദിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ജീവിത ചിന്തകളിലും സ്വഭാവങ്ങളിലുമെല്ലാം നമ്മൾ വളർത്തിയെടുക്കേണ്ടതായ ഒരു ഗുണവിശേഷം, ഒന്ന്, എപ്പോഴായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും പ്രദാനം ചെയ്ത ആ റബ്ബിനോടൊരു ബാധ്യത നമുക്കുണ്ട്. റബ്ബ് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ കൽപ്പിക്കുന്നില്ല. നിർബന്ധമായിട്ട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമാണ്. അത് കൃത്യമായി നിർവഹിക്കുക എന്നത്. എന്നാൽ അതിന് അനുസൃതമായിട്ട് കുറച്ചുകൂടി നമുക്ക് നിർവഹിക്കാമെങ്കിൽ അത് ഒരു ബോണസായിട്ട്, അത് സുന്നത്തിന്റെ വിവിധങ്ങളായ രൂപങ്ങൾ, ആ സുന്നത്തിന്റെ പ്രവർത്തനങ്ങള് അത് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കാൻ പറ്റാവുന്ന ആളുകളെ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന് അവരോട് കൂടുതൽ ഇഷ്ടവും സ്നേഹവും വർദ്ധിക്കും. പ്രത്യേകിച്ച് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി മേഖലകളിലൂടെ വിവിധങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കൊരു മാതൃകയായി പഠിപ്പിച്ചു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യന് പ്രവേശിക്കാൻ പറ്റാവുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ടു. നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാനായി അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയും അത് നമ്മോട് സൂക്ഷ്മമായി നിരീക്ഷിച്ച് വീക്ഷിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാനും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ആ വഴിത്താലകളെ ശേഖരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു നന്മയായി കാണണമെങ്കിൽ ആ നന്മകളിൽ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ ഏതൊരവസ്ഥയിലായിട്ടാണോ മരിക്കുന്നത് എങ്കിൽ അതേ അവസ്ഥയിലായിട്ടാണ് അയാൾ പുനർജനിപ്പിക്കപ്പെടുന്നത്. ഒരു തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ആ തിന്മയിലൂടെയാണ് മരിക്കുന്നതെങ്കിൽ മോശപ്പെട്ട നിഷിദ്ധമായ ഒരു കാര്യം ചെയ്യുകയും പ്രവർത്തിക്കുകയും അതിനെ പ്രേരിപ്പിക്കുകയും അതിന്റെ പ്രപിതാവായി അല്ലെങ്കിൽ അതിന്റെ പ്രചാരകനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാളിലേക്ക് മരണം കടന്നു വരുന്നത് എങ്കിൽ അയാൾ ആ അവസ്ഥയിലായിരിക്കും പുനർജീവിപ്പിക്കപ്പെടുക. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം